മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 35 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ ആരോഗ്യനില വഷളായതായി പരാതി. മാള സ്വദേശികളായ ദമ്പതികളുടെ മകളെ എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാനാത്ത് വീട്ടിൽ മനു അദ്രിക ദമ്പതികളുടെ മകൾ ത്രിയൂതയാണ് എറണാകുളത്തെ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടിയെ ഡോക്ടറുടെ വീട്ടിൽ പോയി കാണിച്ച ശേഷം ലഭിച്ച കുറിപ്പിടിയുമായി മനു അഷ്ടമിച്ചിറയിലെ മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ഷോപ്പിലെത്തി മരുന്ന് വാങ്ങിക്കുകയായിരുന്നു. എന്നാൽ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നിന് പകരം നെബുലൈസറിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് ജീവനക്കാരി നൽകിയതെന്നാണ് പരാതി. വാങ്ങുന്നതിനിടെ സംശയം തോന്നിയതിനെ തുടർന്ന് മനു ജീവനക്കാരിയോട് ഇതേക്കുറിച്ച് ചോദിച്ചെങ്കിലും മരുന്ന് വായിലൂടെ കഴിക്കാനുള്ളതാണെന്ന് ജീവനക്കാരി ഉറപ്പിച്ചു പറഞ്ഞതായി മനു ആരോപിക്കുന്നു. വീട്ടിലെത്തിയ മനു കുഞ്ഞിന് മരുന്ന് നൽകി. തുടർന്ന് കുഞ്ഞിന്റെ ആരോഗ്യനില മോശമായതോടെ മാള ഗുരുധർമ്മ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അപകടനില തരണം ചെയ്തെങ്കിലും കുഞ്ഞ് നിലവിൽ ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയെ സംരക്ഷിക്കുന്നതിന് ബാങ്ക് സെക്രട്ടറി അടക്കമുള്ളവർ തങ്ങളെ ബന്ധപ്പെട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി മനു ആരോപിച്ചു. അതെ, ഒന്ന് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാമോ? ഞാൻ അങ്ങോട്ട് വരാം. സംസാരിക്കണ്ടേ അതൊന്ന് പറയൂ. ഈ കുഞ്ഞി കൊച്ചിന് ഇങ്ങനെ മരുന്ന് കൊടുത്തിട്ട് ഞങ്ങൾ എന്താ സംസാരിക്കണ്ടേ നിങ്ങളുടെ അടുത്ത്? ശരിയാണ്, അതിപ്പോ നമ്മള് എന്താ പറ്റിയ വിഷയങ്ങളൊക്കെ എന്താ പറ്റിയത്? നിങ്ങൾ എന്നിട്ട് പറ്റിയേ? അതെ, ഞാനത് അങ്ങോട്ട് വരാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വന്ന ഉണ്ണിയുടെ അസുഖം മാറും. ഇതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചിത് ചെയ്തു തരാൻ പറ്റുമോ? ഒരു ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും അതൊക്കെ ഒരു 36 ദിവസം പ്രായമുള്ള ഒരു കൊച്ചിനെയാണ് നിങ്ങൾ ഇങ്ങനെ മരുന്ന് മാറ്റി തന്ന് കൊല്ലാൻ നോക്കിയത്. എന്താ പറ്റിയെന്നുള്ളത് ഞാനും കൂടി അവിടെ വന്ന് അന്വേഷിക്കും. നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചിട്ട് പറ. ശരി, എന്നാ. സംഭവത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, മാള.